ചേച്ചി എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? പതിവ് പോലെ കോൺഗ്രസ് ഇത് കൈയടക്കാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ബി.ജെ.പി മുന്നേറ്റം തന്നെ ഉണ്ടാകും? തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ മുമ്പേറ്റം ഉണ്ടാവും. തീർച്ചയായും കൃഷ്ണകുമാർജിയുടെ പ്രവർത്തനങ്ങൾ പാലക്കാടിന്റെ ജനത കാണാതിരിക്കില്ല. ഉറപ്പായും കൃഷ്ണകുമാർജി ഇവിടെ MLA ആയിട്ട് ഉണ്ടാവും. മുനിസിപ്പാലിറ്റിക്ക് പുറമെ പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? കഴിഞ്ഞ തവണ ഇവിടെ കൗൺസിലർ ആയിട്ടുള്ള ആളുകൾക്ക് എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നത്. ഞാൻ മഹിളാ മോർച്ച സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അവർ കൂടുതലായി. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് പഞ്ചായത്തുകളിലൊക്കെ പ്രവർത്തനങ്ങൾ? ബി.ജെ.പി ഭാഗത്ത് നന്നായി പോകുന്നുണ്ട്. ഇപ്രാവശ്യം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുള്ള അനുഭവമുള്ള നമ്മുടെ മുൻകാലത്ത് വൈസ് ചെയർമാൻ ആയിട്ടുള്ള ആളാണ്. അത് കാരണം 100% നമുക്ക് ഇപ്പൊ തന്നെ വിജയം ഉറപ്പായി. നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്ക് വാങ്ങാൻ മണ്ഡലം ബി.ജെ.പിയുടെ NDAയുടെ സാരഥി ശ്രീ കൃഷ്ണകുമാറുണ്ട്. അടയാളത്തിലോട്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ നേരിൽ കാണാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരനും പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരും. ചേട്ടാ, അവസാന നിമിഷമായിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷകൾ? ഞങ്ങൾ ഇത്തവണ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. പാലക്കാട് ടൗണിലെ SDPയുടെ പ്രവർത്തകരൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, UDF അല്ല, എല്ലാ മത തീവ്രവാദികളുടെയും പിന്തുണ, ആ പിന്തുണ ജയിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അത് ജയിക്കില്ല തവണ. പാലക്കാടിലെ ജനങ്ങൾക്ക് അറിയാം, തീവ്രവാദികളെ പാലക്കാടിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു. 100% സംശയമില്ല. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി പ്രവർത്തനങ്ങൾ? സജീവമാണോ? പിന്നെ തീർച്ചയായും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ദിവസം കൂടെ അല്ലോ. നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. തകർക്കും ഇപ്രാവശ്യം തകർത്തു. പിന്നെ തീർച്ചയായും 100%. പാലക്കാട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുമൊത്ത് വലിയ ഒരു വോട്ടഭ്യർത്ഥനയ്ക്ക് വേണ്ടി നഗരത്തിലിറങ്ങിയിരിക്കുകയാണ്. പാലക്കാട് ബി.ജെ.പി ഭരിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഇത്തവണ താമര വിരിയിക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പിയുടെ നേതൃത്വം വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു വലിയ ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. സന്ദീപ് വാര്യർ അടക്കമുള്ള ഒരു നേതാവ് ഈ സമയത്ത് ബി.ജെ.പിയിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് ബി.ജെ.പിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിഷയം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ബി.ജെ.പിയുടെ ഒരു പരാജയം എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പിയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു പോരാട്ടം, ഇതുപോലെ വാശിയേറിയ ഒരു പോരാട്ടം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രക്ക് വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് പാലക്കാട് ഇപ്പോൾ ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. C. കൃഷ്ണകുമാറിനെ പോലെ പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ ഇറക്കി പാലക്കാട് പിടിച്ചെടുക്കാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പിയുടെ നേതൃത്വം. വഖഫ് ബോർഡ് വിഷയങ്ങളടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു സുവർണ അവസരമായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്താണ് ഉപതെരഞ്ഞെടുപ്പ് വരികയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം അടക്കം പരസ്യമായിട്ട് ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോന്നുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു സമയം ബി.ജെ.പിക്ക് ഇതൊരു ശക്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്, ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ അഭിമാന പ്രശ്നം എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഇന്ന് ബി.ജെ.പി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും ബി.ജെ.പിയും ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ അല്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങൾ ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എത്രത്തോളം വലിയ രീതിയിലുള്ളൊരു പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നതെന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയത്ത്
BJPയുടെ നിരവധി കാര്യകർത്താക്കൾ, അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ BJP കൗൺസിലർമാരടക്കം നിരവധി ആളുകളാണ് കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് പാലക്കാട് നഗരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റം, അല്ലെങ്കിൽ പഞ്ചായത്തുകളടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിൽ BJPയുടെ നേതൃത്വം. കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് BJPയുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ കൗൺസിലർമാരോട് തന്നെ ചോദിക്കാം. അമ്മേ നമസ്കാരം, എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? സജീവമാണോ? വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? വിജയിക്കുന്ന സാധ്യതയല്ല, വിജയിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് ഉറപ്പാണ്. മുനിസിപ്പാലിറ്റിക്ക് പുറമെ പഞ്ചായത്തുകളൊക്കെ മുന്നേറ്റം ഉണ്ടാക്കുമോ? ഇക്കുറി പഞ്ചായത്തുകളിൽ അടിത്തട്ടിലുള്ള വർക്കുകൾ ഏറ്റവും അധികം 2 മാസം കൊണ്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കുറിയത്തെ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇക്കുറി. ഈ പറയുന്ന കോൺഗ്രസും LDF എല്ലാം വലിയ തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പ്രതിരോധമുണ്ടെങ്കിലും ജനങ്ങൾക്ക്, ഓരോരോ ജനങ്ങൾക്കും ഈ 8 വർഷത്തെ ഭരണം കൊണ്ടും അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ വർക്കുകൾ കൊണ്ടും ഓരോരുത്തരും മനസ്സിരുത്തി അറിയുന്നത് കൊണ്ട് ഇവിടെ അവരെന്ത് പ്രവർത്തിച്ചാലും അമ്മമാരുടെ റാലി കണ്ടില്ലേ, അമ്മമാരെ അടിത്തട്ടിൽ കയറ്റിയിരിക്കുന്ന ഓരോരോ വീട്ടിൽ നിന്നുള്ള വോട്ടുകളും ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ആ റാലി. ചരിത്രപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണത്. താമര വിരിഞ്ഞു എന്ന് തന്നെ പറയാം. വിരിയിപ്പിക്കും. ചേട്ടാ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? സജീവം തന്നെ. പരിപാടിയൊക്കെ ഗംഭീര സജീവമാണ്. ഭൂരിപക്ഷം എത്രയെന്ന് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി കൃഷ്ണകുമാറിന് നോക്കണ്ടു. അതിന് ഒരു സംശയമില്ല. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങൾ പറയണു നിഷ്പക്ഷമായ ആൾക്കാർ, പാർട്ടിയുടെ അല്ലാത്തവരൊക്കെ കൃഷ്ണകുമാർജി പാലക്കാട്ട് പൾസറിഞ്ഞ ആളാണ്. കൃഷ്ണകുമാർജിക്ക് ഭൂരിപക്ഷം. ചേച്ചി നമസ്കാരം. ചേച്ചി എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? പതിവ് പോലെ കോൺഗ്രസ് ഇത് കൈയടക്കാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ BJP മുന്നേറ്റം തന്നെ ഉണ്ടാകും ഇത്തവണ? തീർച്ചയായിട്ടും BJPയുടെ മുമ്പേറ്റം ഉണ്ടാവും. തീർച്ചയായും കൃഷ്ണകുമാർജിയുടെ പ്രവർത്തനങ്ങൾ പാലക്കാടിന്റെ ജനത കാണാതിരിക്കില്ല. ഉറപ്പായും കൃഷ്ണകുമാർജി ഇവിടെ MLA ആയിട്ട് ഉണ്ടാവും. മുനിസിപ്പാലിറ്റിക്ക് പുറമെ പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ കഴിഞ്ഞ തവണ ഇവിടെ കൗൺസിലർ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് അറിയാവുന്നത്. ഞാൻ മഹിളാമോർച്ച സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അവർ കൂടുതലായി. ചേച്ചി നമസ്കാരം, എങ്ങനെയുണ്ട് പഞ്ചായത്തുകളിലൊക്കെ പ്രവർത്തനങ്ങൾ? BJP ഭാഗത്ത് നന്നായി പോകുന്നുണ്ട്. ഇപ്രാവശ്യം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുള്ള അനുഭവമുള്ള നമ്മുടെ മുൻകാലത്ത് വൈസ് ചെയർമാൻ ആയിട്ടുള്ള ആളാണ്. അത് കാരണം 100% നമുക്ക് ഇപ്പൊ തന്നെ വിജയം ഉറപ്പായി. ഇപ്പോ നമ്മുടെ എല്ലാ വർഷത്തിലും അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് പാലക്കാട് ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സന്ദീപ് ആര്യ അടക്കമുള്ള ഒരു നേതാവ് പോയത് BJPക്ക് ഒരു ക്ഷീണമുണ്ടോ നിലവിൽ സാഹചര്യം? 100% ഒരു ക്ഷീണമില്ല. നമുക്ക് ഒന്നും കൂടി ആത്മവിശ്വാസം വർദ്ധിക്കാനാണ് ചിന്തിക്കുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാവും. ചേട്ടാ നമസ്കാരം. നമസ്തേ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ കൃഷ്ണകുമാർ വിജയിച്ചു കഴിഞ്ഞു. നിഷ്പക്ഷമായ വോട്ടർമാര് പാലക്കാടിന്റെ വികസനം മാത്രം ആഗ്രഹിക്കുന്ന പാലക്കാടിന്റെ നിഷ്പക്ഷമായ വോട്ടർമാര് തീരുമാനമെടുത്തു കഴിഞ്ഞു. പാലക്കാടിന്റെ വികസനം ശ്രീ കൃഷ്ണകുമാറിൽ കൂടെ മാത്രമേ നടക്കൂ എന്ന് ഇവിടെയുള്ള പൊതുജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ചായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വൻ ഭൂരിപക്ഷത്തോടെ ശ്രീ കൃഷ്ണകുമാർ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് BJPയുടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും പുറകോട്ട് പോകില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ആകുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ BJP ഇങ്ങനെ പാലക്കാട് നഗരം കീഴടക്കുന്ന തരത്തിലേക്കുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം ഒരു തരത്തിലുള്ള അട്ടിമറി ഇത്തവണ ഉണ്ടായില്ലെങ്കിൽ BJP ഇവിടെ വിജയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.